വെൽക്കം ടു ജെസ്സിസ് കിച്ചൺ. ജെസ്സിസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു അടിപൊളി ഇഫ്താർ സ്പെഷ്യൽ സ്നാക്സ് റെസിപ്പീസുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് എടുക്കുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ സ്നാക്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 1 സ്പൂണ് നെയ്യാണ്. 1 സ്പൂണ് ഗീയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി സാധാരണ നോർമൽ വാട്ടർ ഒഴിച്ച് കൊടുത്ത് ഒന്ന് കുഴച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതിൻ്റെ ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടി ഒരു പാനിൽ ഒരല്പം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. 3 സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് 2 സവാള ഇതേപോലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വഴറ്റിയെടുക്കണം. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂണാണ്. അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതാണ്. അതും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഉപ്പ് മാത്രം ചേർത്ത് വേവിച്ചെടുത്തിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 2 പൊട്ടാറ്റോ പുഴുങ്ങിയെടുത്തതാണ്. അത് നന്നായി ഉടച്ചതിന് ശേഷം ഈ ഒരു ഫില്ലിങ്ങിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ കുക്കറിലിട്ട് വേവിച്ചെടുക്കുമ്പോൾ തന്നെ പൊട്ടാറ്റോയും കൂടി ചേർത്ത് കൊടുത്തതാണ്. ഒരു 2-3 വിസിൽ അടുപ്പിച്ചെടുത്തതാണ്. പൊട്ടാറ്റോ ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് അല്പം മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഫില്ലിംഗ് ഒക്കെ ചൂടാറിയ ശേഷം കൈ വെച്ചിട്ട് ഇതേ ഷേപ്പിലൊന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇനി കൗണ്ടർ ടോപ്പിൽ കുറച്ച് പൊടി ഇട്ടതിന് ശേഷം നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മൈദ എടുത്തും കഴിഞ്ഞ് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. വലിയ സൈസാക്കിയിട്ടൊന്ന് പരത്തിയെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇതേപോലെ വിതറി കൊടുക്കാം. ഇത് പരത്തിയെടുക്കുമ്പോൾ അധികം കട്ടി ആവശ്യമില്ല. നമ്മൾ റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അധികം കട്ടിയായിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്നാക്സ് കഴിക്കാൻ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതിങ്ങനെ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പ്ലേറ്റ് വെച്ചിട്ട് ഇതേപോലെ റൗണ്ടിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ പരത്തിയാൽ എങ്ങനെയായാലും റൗണ്ടിൽ കിട്ടൂല. അതുകൊണ്ട് ഇതേപോലെ ഒരു വലിയൊരു പ്ലേറ്റ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം നല്ല റൗണ്ടായിട്ട് പരത്താൻ അറിയുന്നവരും ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യേണ്ടതില്ല. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണ്ട. ഇനി ഇതൊന്ന് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കുറേ പീസുകളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പം അധികം വലുപ്പമുള്ള പീസാക്കാതെ ഇതേപോലെ ചെറിയ പീസാക്കുന്നതാണ് നല്ലത്. നമ്മുടെ ഫില്ലിങ് ഈ ഒരു ഷേപ്പിലാക്കിയിട്ട് ഓരോന്നും ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് റോൾ ചെയ്തെടുക്കണം. അപ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ സ്നാക്സ് ഉണ്ടാക്കാം. കൂടുതൽ ആളുള്ള സമയത്തൊക്കെ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്സാണ്. ഇനി ഇതേപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം.
ഇനി എല്ലാം ഇതേപോലെ റോൾ ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 2 ടീസ്പൂൺ മൈദ എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുത്ത് ഈ ഒരു പരുവത്തിലാക്കി എടുക്കണം. ഇനി നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ സ്നാക്സിൻ്റെ 2 ഭാഗം ഒന്ന് ഇതിൽ മുക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് എടുക്കുമ്പോൾ അതിൽ എണ്ണ കുടിക്കാതിരിക്കാനും അത് പൊട്ടി പുറത്താവാതിരിക്കാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ എണ്ണ ചൂടാക്കി അതിലേക്ക് നമ്മുടെ സ്നാക്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ സ്നാക്സ് ഉണ്ടാക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് തന്നെ വേറൊരു സ്നാക്സും കൂടി ഉണ്ടാക്കിയിരുന്നു. ആ ഒരു എണ്ണയിൽ നിന്നാണ് ഇതും പൊരിച്ചെടുക്കുന്നത്. അതുകൊണ്ടായിരിക്കാം ഈ ഒരു ഓയിലിന് നന്നായിട്ട് പതപതായിട്ട് വരുന്നുണ്ട്. ഇനി ഇത് തിരിച്ചും മറിച്ചിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഗോൾഡൻ കളർ ആവുന്ന വരെ ഒന്ന് തിരിച്ചും മറിച്ചിട്ട് കൊടുക്കണം. ഈ ഒരു സ്നാക്സ് നന്നായിട്ട് വെണ്ണയിൽ മുങ്ങിപ്പൊരിഞ്ഞ് കിട്ടേണ്ട ഒരു സ്നാക്സാണ്. അപ്പോൾ ഇഫ്താറിനൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ പെട്ടെന്ന് കൂടുതൽ സ്നാക്സ് ഉണ്ടാക്കാൻ കഴിയും. ഇപ്പോൾ ഇഫ്താർ പാർട്ടികൾക്കൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു കിടിലൻ സ്നാക്സാണ്. ഇപ്പോൾ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഫില്ലിങ്ങൊക്കെ നമുക്ക് കോമൺ ആയിട്ടുള്ള ഫില്ലിംഗ് ആണെങ്കിലും ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു സ്നാക്സ് തന്നെയാണ് ഇത്. കാണാനൊക്കെ ഒരു വേറെ തന്നെ ഒരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡിസ്ലൈക്ക് അടിക്കാവുന്നതാണ്. ഇനിയും ഇതേപോലുള്ള റെസിപ്പീസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഈ സ്നാക്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.